ഒലവക്കോട് കാർ ആക്രമിച്ച് പണവും വാഹനവും കവർന്ന കേസിൽ 5 പേരെ പിടികൂടി. തേങ്ങാ വ്യാപാരികളായ മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ഒലവക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ച് ആക്രമിക്കുകയും പണം ഉൾപ്പെടെ തട്ടിയെടുക്കുകയും ചെയ്ത സംഭവത്തിലാണ് 5-അംഗ സംഘം പിടിയിലായത്. തൃശൂർ സ്വദേശി ഡാനി, ചേർത്തല സ്വദേശികളായ ഒ.വി. വിഷ്ണു, അർജുൻ, പ്രേംജിത്ത്, സുജി എന്നിവരെയാണ് മൂന്നാർ വട്ടവട കോവിലൂരിന് സമീപത്തെ ഒരു സ്വകാര്യ റിസോർട്ടിൽ നിന്ന് പാലക്കാട് ടൗൺ നോർത്ത് എസ്.ഐ രോഹിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇവർ തട്ടിയെടുത്ത കാർ തൃശൂർ പുതുക്കാട് ചേങ്ങാലൂരിലെ മാട്ടുമലയിൽ ആളൊഴിഞ്ഞ ഇടത്ത് ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി. ജൂൺ 6-ന് വൈകിട്ട് പുതുക്കോട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാറിന്റെ ഉൾഭാഗം സീറ്റടക്കം പൂർണ്ണമായി കുത്തിക്കീറി നശിപ്പിച്ച നിലയിലാണ്. മറ്റു ഭാഗങ്ങളും തകർത്തിട്ടുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തിയ പുതുക്കോട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാലക്കാട് നിന്ന് തട്ടിയെടുത്ത കാറാണെന്ന് മനസ്സിലായി. കാർ റിക്കവറി വാഹനം ഉപയോഗിച്ച് പാലക്കാട്ടെത്തിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലൂടെ ഈ മാസം 5-ന് പുലർച്ചെ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന മലപ്പുറം താമിമഠത്തിൽ ഷഹീർ, സൽമാൻ ഖാരിസ്, നിഖിൽ, മുഹമ്മദ് എന്നിവരെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാർ കൊണ്ട് ഇടിച്ച ശേഷം ആക്രമിക്കുകയായിരുന്നു. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ശേഷം 30 ലക്ഷം രൂപയുടെ കാറും കൈവശമുണ്ടായിരുന്ന 15,000 രൂപയും 2 ലക്ഷം രൂപ വില വരുന്ന 3 ഐഫോണുകളും തട്ടിയെടുത്താണ് പ്രതികൾ കടന്നുകളഞ്ഞത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കാർ കണ്ടെത്തിയതിനു ശേഷം പ്രതികളുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് പാലക്കാട് നോർത്ത് പോലീസ് നടത്തിയ തിരച്ചിലിൽ പ്രതികൾ മറ്റൊരു വാഹനത്തിൽ 6-ന് രാത്രി വട്ടവടയിൽ എത്തിയതായി മനസ്സിലാക്കുകയായിരുന്നു. തുടർന്നാണ് കോവിലൂർ ടൗണിന് സമീപത്ത് വെച്ച് പ്രതികൾ പിടിയിലായത്. ഇതിൽ 2 പേർ പോലീസിനെ വെട്ടിച്ചു കടന്നെങ്കിലും ദേവികുളം പോലീസിന്റെ സഹായത്തോടെ കോവിലനൂരിനടുത്തുള്ള കൃഷിയിടത്തിൽ നിന്ന് പിടികൂടി. UTV ന്യൂസ്, പാലക്കാട്.